ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിപ്പേഷൻ. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെ കുറിച്ച്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിർണായകമായ ഒരു മത്സരമായിരുന്നു നടന്നത്. അതിൽ സണ്ടർലാൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ തടയ്ക്കാണ്, ഗോൾ ചെയ്ത സമനിലയിൽ തടയ്ക്കാണ്. 0-0 ഗോൾ ചെയ്ത സമനിലയിൽ എമ്മാതിരി പെർഫോമൻസ് ആണ് ഈ ചങ്ങായിമാര് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. സണ്ടർലാൻഡിനെ കുറിച്ച് തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏതൊക്കെ മത്സരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സണ്ടർലാൻഡിനെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. റിലേഗേഷൻ സോണിൽ നിന്ന് അവർ കുറേ വർഷങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കാതെ തിരിച്ചു വന്നിട്ട് കൊടുത്ത പണിയൊക്കെ ആഴ്സണൽ, ആസ്റ്റൺ വില്ല, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി ഇങ്ങനെയുള്ള വമ്പന്മാർക്കെതിരെയാണ് പണി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു കളിനെ കുറിച്ച് പറയേണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും സണ്ടർലാൻഡിനെ കുറിച്ച് പറയാറുണ്ട്. അവർ റിലേഗേഷൻ സോണിൽ നിന്നൊക്കെ പുറത്ത് പോയി കുറേ കാലങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കാതെ കുറേ വർഷങ്ങൾ സെഷനിൽ തിരിച്ചു വരുന്ന സമയത്ത് 10-12 പ്ലേയേഴ്സിന് സൈൻ ചെയ്തിട്ടാണ് അവർ വന്നത്. അപ്പോൾ വെറുതെ പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കളി സമനിലയായെങ്കിലും സണ്ടർലാൻഡിനെ കാളും സന്തോഷിക്കുന്ന ആഴ്സണൽ ഫാൻസ് ആയിരിക്കും അല്ലേ 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 ആഴ്സണൽ ഫാൻസ് തന്നെ ആയിരിക്കും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരുന്നുണ്ട്. അവർ കഴിഞ്ഞ മത്സരത്തിൽ പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ 2023-24 സീസണിൽ 9 കളികളുള്ള തുടർച്ചയായ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 6 കളികൾ വിജയം, 7ാമത്തെ കളിയുടെ വിജയത്തിലേക്കായിരുന്നു ഈ മത്സരം. പക്ഷേ സമനിലയിൽ പെപ് ഗാർഡിയോളയുടെ സിറ്റി സമനിലയിൽ തളച്ചിട്ടാണ് സണ്ടർലാൻഡ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആ ഒരു സ്റ്റേഡിയം ഓഫ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് എമ്മാതിരി വൈബാന്ന് പറയാം അവിടുത്തെ കാണികൾ കൊടുക്കുന്നത്. കളി ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും തുല്യ ശക്തി എന്ന് പറയാം. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫിനിഷിങ്ങിന്റെ ഒരു കുറവ് ഉള്ളത് കൊണ്ട് മാത്രമേ സണ്ടർലാൻഡ് അല്ലെങ്കിൽ ഡോണറോ വന്ന ഗോൾ കീപ്പർ കൂടി ഇല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. എമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അടിപൊളി കിടിലൻ 2-3 ചാൻസുകൾ 20 മിനിറ്റിനുള്ളിൽ തന്നെ 2 ബിഗ് ചാൻസുകളാണ് അവർക്ക് മിസ്സായത്. എന്താ പറഞ്ഞാൽ ആ ഒരു ഇവരുടെ ശൈലി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ സണ്ടർലാൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇത്രയും കളി നോക്കി കഴിഞ്ഞാൽ അവർ ഹോം മാച്ചിൽ ഇതുവരെ തോറ്റിട്ടില്ല കേട്ടോ. ആഴ്സണലിന്റെ ഒപ്പം തന്നെ ഹോം മാച്ചിൽ ഇതുവരെ തോറ്റിട്ടില്ല. തോൽവി അറിയാതെയാണ്. ആഴ്സണൽ 9 മാച്ച് ഹോമിൽ ജയിച്ചിട്ടും ഒരു മാച്ച് സമനിലയാണ്. ഇവിടെ 5 മാച്ച് വിജയിച്ചിട്ട് 5 മാച്ച് സമനില, അങ്ങനെയായിട്ടാണ് സണ്ടർലാൻഡ് ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്ന ഇവരെ തോൽപ്പിക്കാൻ ഇതുവരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സ്റ്റേഡിയം ഓഫ് സൗണ്ടിൽ. അപ്പോൾ ഇനി മമ്മമാരൊക്കെ സണ്ടർലാൻഡിന് മുന്നിൽ ഒന്ന് പേടിച്ചിട്ട് കളിക്കുള്ളൂ. ഇവരുടെ ശൈലി എന്താ പറഞ്ഞാൽ ഫസ്റ്റ് വലിയ അറ്റാക്കിലൊന്നും പോലും ഡിഫൻസിന് പോയി കളിച്ചിട്ട് ഒരു ഗോളെങ്ങാനും വഴങ്ങുക, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് ഇവർ കളിച്ചത്. പക്ഷെ ഇന്നലെ എന്താണെന്നറിയില്ല, മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെയുള്ള കളിയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവർ പരമാവധി കൗണ്ടറും അതേപോലെ ഭയങ്കര പ്രസ്സിങ്ങും, ഫുൾ ടീം ഓഫ് ദ ബോൾ ആയിക്കോട്ടെ ഓൺ ദ ബോൾ ആയിക്കോട്ടെ ഫുൾ ടീം എപ്പോഴും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഡിഫൻസിലേക്കാണെങ്കിലും മൊത്തമായിട്ട് അങ്ങനെ ഡിഫെൻഡ് ചെയ്യും, അറ്റാക്കിങ്ങിലാണെങ്കിലും അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യും. ഗംഭീരമല്ല. എനിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ കുറിച്ച് പറയാനൊന്നുമില്ല. സിറ്റി സെക്കൻഡ് ഹാഫിൽ നല്ല കളിയെ കളിച്ചു. വിനിയോനെ മാറ്റി ഡോക്കോനെ കൊണ്ടുവന്നു, അതേപോലെ നാച്ചോനെ നിക്കോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റോഡ്രി കുറച്ചു കാലത്ത് പരിക്ക് ശേഷം തിരിച്ചെത്തി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ രജീന്ദ്രസൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു 85-ാം മിനിറ്റിൽ. സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം ചെയ്തു. പക്ഷെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട്. സണ്ടർലാൻഡ് ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ഗോൾ കീപ്പറിന്റെ അടുത്തേക്ക് എത്തണ്ടേ ബോള്. ഒമാരുടെ ഡിഫൻസ് എനിക്ക് എടുത്ത് പറയേണ്ട 70-something മിനിറ്റില് ഡോക്കോടെ ഒരു 100% ഗോളായി തന്നെ വിചാരിച്ചു. ആ സാധനം ഗോൾ കീപ്പറിന് മുമ്പ് ഡിഫൻഡറെ തലി തട്ടിയെടുത്ത് വെച്ചു പോകും. അത് റീബൗണ്ട് വന്നിട്ട് കിട്ടുന്നത് ഫോർട്ടിന്റെ കാലിൽ. ഈ ചങ്ങ അടിക്കുന്ന അടുത്ത ഡിഫൻഡർ ഹെഡ് ചെയ്തിട്ട് പുറത്തു വിടുന്നു. എന്താല്ലേ. അതേപോലെ നമ്മുടെ ഗാർഡിയോളിന്റെ 2 ചാൻസുകൾ, ബിഗ് 2 ചാൻസുകളാണ്. ഒന്ന് ബാറിൽ തട്ടിയിട്ട് പോകുന്നു, അത് ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി വരില്ലേ, അങ്ങനെ വരുന്നത്, എന്നിട്ട് ബാറിൽ തട്ടിപ്പോയി. അടുത്തത് ഗോൾ കീപ്പറിന്റെ ഒരു സേവ്, ഒരു കിടില ഹെഡർ ആയിരുന്നു. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ട് ഒരു ഗോളിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. കളിയൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ സണ്ടർലാൻഡ് ആ പോരാട്ട വീരത്തിന് മുന്നിലാണ് ഇവർ അടിയറവ് വെച്ചത്. അപ്പോൾ അതായത് ആഴ്സണൽ ഫാൻസ് കളി നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. ഓരോ നിമിഷവും നെഞ്ചിടിപ്പോട് കൂടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റൊക്കെ ഗ്യാപ്പിൽ നിൽക്കുന്ന ഒരാൾ എപ്പോഴും സിറ്റിനെ ആലോചിക്കുമ്പോൾ പേടി തന്നെയാണ് തൊട്ട് പുറകില്ല. അപ്പോൾ ഒരു 4 പോയിന്റ് ഗ്യാപ്പായിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ആഴ്സണലിന്റെ പഴയ സക്ക ചെങ്ങായി, പഴയ താരം, ഇപ്പോൾ സണ്ടർലാൻഡിന്റെ ക്യാപ്റ്റൻ, അങ്ങേര് ആഴ്സണലിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ആർട്ടറ്റയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് തന്നെ പറയാം അല്ലേ. അതെന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ
ഈ സീസണിൽ ഇന്ന് ഇപ്പൊ 4 മത്സരങ്ങൾ കണ്ടിന്യൂസ് സമനില. ഈ 19 റൗണ്ടിൽ എന്തൊക്കെയാണ് നടന്നത്? നമുക്ക് ഈ 19 റൗണ്ടിനെ കുറിച്ച് നാളെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ബ്രീഫായിട്ട്. അതിൽ കുറെ കഥകളൊക്കെ പറയാനുണ്ട്. ചെൽസിയും അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബ്രീഫായിട്ട്. അപ്പോ അത് പറയണോ? അത് പറയാതിരിക്കാൻ പറ്റൂല. എന്താ പറഞ്ഞാല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അവസാനത്തെ മത്സരത്തിൽ സമനില. അവര് വോൾസ് ആയിട്ടാണ് അവസാന ലീഗിൽ ഇതുവരെ 2 പോയിന്റ് നേടിയിട്ടുള്ളവര്. ആ ഒരു ക്ലബ്ബായിട്ടാണ് അവര് സമനിലയിൽ പിരിയുന്നത്. അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹോം ഗ്രൗണ്ടിൽ വന്നിട്ടെന്നാണ്. അപ്പോ ഇന്നത്തെ കളിയിൽ എന്തായാലും ആഹ്ലാദ പ്രകടനം നടക്കുന്നത് ആഴ്സണൽ ഫാൻസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 19 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 45 പോയിന്റുമായിട്ട് ആഴ്സണലാണ് ഇപ്പോൾ തലപ്പത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി 41 പോയിന്റുമായിട്ടാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ 4 പോയിന്റ്, 1 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 പോയിന്റ് ഗ്യാപ്പ് വീണ്ടും. അന്ന് ആഴ്സണൽ അസ്റ്റൺ വില്ലയോട് പരാജയപ്പെട്ടിട്ടാണ് ആ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അത് തിരിച്ചു പിടിച്ചിരിക്കുക. പക്ഷെ ആഴ്സണൽ ഫാൻസ് സന്തോഷിക്കാൻ വരട്ടെ, ഈ ജനുവരി മാസത്തിൽ ചെൽസി ആയിട്ടും ലിവർപൂളായിട്ടൊക്കെ മത്സരം വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ ആഴ്സണൽ അതൊന്നും വിഷയമല്ലാതായിരിക്കും. ഈ ഒരു ഫോമിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇന്ന് നടന്ന മത്സരങ്ങളിലൊക്കെ ലിവർപൂളിന് ഫ്രണ്ടിൽ വരായിരുന്നു. ലിവർപൂൾ സമനിലയിൽ തളച്ചു. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനിലയിൽ, ചെൽസി സമനിലയിൽ, അങ്ങനെ ഒട്ടുമുക്ക ടീമുകളൊക്കെ സമനിലയിലാണ്. അപ്പോൾ 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ല 19 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 39 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്താണ് ഉള്ളത്. 4ാം സ്ഥാനത്ത് ലിവർപൂളാണ് 33 പോയിന്റുമായിട്ട്. അവരൊന്ന് സമനില, അവർക്ക് 2 പോയിന്റ് കൂടി കിട്ടണ്ടായിരുന്നു. സമനിലയിൽ അവരും പെട്ടുപോയി. 5ാം സ്ഥാനത്ത് ചെൽസിയാണ്. ചെൽസിയുടെ മാനേജറിനെയൊക്കെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന ന്യൂസാണ് വരുന്നത്. എന്താ അല്ലേ? തുഷേലിനെ ചാമ്പ്യൻസ് ലീഗ് എടുത്തൊരു വേൾഡ് ടോപ്പ് കോച്ചിനെ പുറത്താക്കിയ ടീമുകളാണ് ചെൽസിന്റെ മാനേജ്മെന്റ്. അപ്പൊ പിന്നെ ക്ലബ് വേൾഡ് കപ്പും അതേപോലെ യൂറോപ്പ കോൺഫറൻസ് കപ്പിൽ നേടിയ ചെൽസിയുടെ ക്യാപ്റ്റൻ ഒരു കോച്ചിനെ പുറത്താക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. ബാഴ്സലോണയായിട്ടുള്ള മത്സരം വിജയിച്ചപ്പോൾ ഇവര് വലിയ ഡയലോഗൊക്കെ ആയിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാം. വമ്പൻ പരാജയങ്ങളും സമനിലകളും ഒക്കെ ആയിട്ട് വമ്പൻ പരാജയം നടന്നുകൊണ്ടിരിക്കുന്നു. 9 മത്സരങ്ങളിലൊക്കെ 1-2 വിജയമൊക്കെ നേടാൻ പറ്റും ചെൽസിക്ക്. അപ്പോൾ അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ ബ്രീഫായിട്ട് പറയണം. ഓക്കെ, അപ്പോൾ 6ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ലൊരു അവസരമായിരുന്നു, ടോപ്പിലേക്ക് എത്താനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ അവര് വോൾസായിട്ട് സമനിലയിൽ പിരിയാണ്. വോൾസിന് ആകെ 2 പോയിന്റേ ഉള്ളൂ. ആലോചിക്കണം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 19 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 3 പോയിന്റാണ് അവർക്കുള്ളത്. 3 സമനില നേടിയിട്ടുള്ളത്. അവർ അത്രയും മോശമായ ഒരു ടീമിനെ കൂടെ അവര് ഫൈറ്റ് ചെയ്തിട്ട് സമനില നേടിയെന്ന് പറഞ്ഞാൽ. 7ാം സ്ഥാനത്താണ് സണ്ടർലാൻഡ് ഉള്ളത് 29 പോയിന്റുമായിട്ട്. നമ്മൾ 4ാം സ്ഥാനത്തുള്ള ലിവർപൂളായിട്ട് 33 പോയിന്റാണ്. അപ്പോൾ 4 പോയിന്റ് വ്യത്യാസമുള്ള സണ്ടർലാൻഡ് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ തന്നെ ആഴ്സണലാണ് ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ളത്. അവർ 12 ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. സിറ്റി ആണെങ്കിൽ 17 ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. സണ്ടർലാൻഡ് നോക്കി കഴിഞ്ഞാൽ 18 ഗോളെ വഴങ്ങിയിട്ടുള്ളൂ. അവർ ഡിഫൻസിംഗ് ആണ് മെയിനായിട്ട്. അവർ ഇപ്പൊ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 7 വിജയവും 8 സമനിലയാണ് അവർ നേടിയിരിക്കുന്നത്. മനസ്സിലാക്കണം, 4 തോൽവി അവർ വഴങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ അജണ്ട തന്നെ തന്നെയാണ് ഈ സീസണിൽ എങ്ങനെയെങ്കിലും ഒരു ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ഒരു യൂറോപ്പ ലീഗ് യോഗ്യതയും നേടാതെ ഇവിടുന്ന് പോകരുത് എന്നുള്ള അജണ്ടയിൽ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. മാതിരി കാളക്കുറ്റന്മാരെ പോലുള്ള ചകയമാരാണ് ഇതിൽ. ഇന്ന് ഞാനൊക്കെ ഉറപ്പിച്ച ഫസ്റ്റ് ഹാഫ് കളി കണ്ടപ്പോൾ ഞാനൊക്കെ ഉറപ്പിച്ചതാണ് 1-2 ഗോൾ മാഞ്ചസ്റ്റർ സിറ്റി വാങ്ങിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഉണർന്ന് കളിച്ചു മാഞ്ചസ്റ്റർ സിറ്റിയുള്ള കാര്യമൊക്കെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്കപ്പോൾ ഇന്ന് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സണ്ടർലാൻഡ് 8 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ. അതിൽ 3 മോൺടാർജറ്റിക്കാണ്. ഡോണറൂമ എന്ന ഗോൾ കീപ്പർ അതിഗംഭീരമായ 2-3 സേവുകളാണ് നടത്തിയത്. അതേപോലെ സിറ്റിക്ക് നോക്കുകയാണ് 14 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ഓൺ ടാർജറ്റിലേക്ക് 4 മാത്രമേ പോയിട്ടുള്ളൂ. ആ 4 ഡിഫൻഡർമാരും ഗോൾ കീപ്പറുമാണ് അവരെ രക്ഷിച്ചതെന്ന് പറയാം. നമുക്ക് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 33% മാത്രമേ ഈ സണ്ടർലാൻഡ് കയ്യിൽ ബോളുള്ള സമയത്തൊക്കെ അത് മാഞ്ചസ്റ്റർ സിറ്റിയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഡിഫൻസിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് തന്നെ ശരിക്കും നമുക്ക് പറയാം. 60% പൊസിഷൻ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക്. 291 പാസുകൾ മാത്രമാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സണ്ടർലാൻഡ്. അവിടെ 621 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു. പാസിംഗ് അക്യൂറസി നോക്കുകയാണെങ്കിൽ സണ്ടർലാൻഡ് 77, അവിടെ 90 പാസിംഗ് അക്യൂറസി ഉണ്ടായിരുന്നു. സണ്ടർലാൻഡ് 9 ഫൗൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ മാഞ്ചസ്റ്റർ സിറ്റി 6 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് 1-1 അതേപോലെ ഓഫ് സൈഡ് 1. ഓഫ് സൈഡ് ആ 1 5ാം മിനിറ്റിൽ തന്നെ ബെർണാർഡോ സിൽവ ഒരു കിടിലൻ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുതിങ്കാലി ജസ്റ്റ് ഓഫ് സൈഡിലായിരുന്നില്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ആ ഗോളായിരുന്നു. ആ ഗോൾ നേടിയിട്ട് സെലിബ്രേഷൻ പോകുന്ന സമയത്താണ് ലൈൻ റഫറി ഓഫ് സൈഡ് വിളിക്കുന്നത്. വാർ നോക്കിയപ്പോൾ ഓഫ് സൈഡ് തന്നെയാണ്. പ്രതീക്ഷിച്ച ഒരു ഗോള്, കിടിലനൊരു ഗോൾ പ്രതീക്ഷിച്ചായിരുന്നു, അത് നടന്നില്ല. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ സണ്ടർലാൻഡ് 3 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ അവിടെ 5 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്.
ശരിക്കും ഡോണറൂമിനെയൊക്കെ ശരിക്കും പരീക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡർമാരെ ശരിക്കും പരീക്ഷിച്ചിട്ടുണ്ട് സണ്ടർലാൻഡിന്റെ അറ്റാക്കിങ്. അവർ കുറച്ച് ഫിനിഷിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുറച്ച് സ്കില്ലോടെ ഉള്ള ആ ഒരു പരിചയസമ്പന്നുള്ള അറ്റാക്കിൽ ടോപ്പ് 3 ഉള്ള ആൾക്കാർ ആരെങ്കിലും ഒരാൾ ടോപ്പിലുണ്ടെങ്കിൽ എമ്പര് ഉണ്ടായിട്ട് എന്താ കാര്യം ചോദിച്ചാൽ ഇന്ന് കണ്ടില്ലേ ഹാലണ്ട് ഇങ്ങനത്തെ ഒരു ചങ്ങായിട്ട് ഹാലണ്ടിന് എന്താ കണ്ട ഹാലണ്ട് ശരിക്കും പോക്കറ്റിലാക്കി എന്ന് പറയാം. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. വീനോയും അതേപോലെ ഡോക്കൊക്കെ സൈഡിൽ കളിക്കുമ്പോഴും ഹാലണ്ടിലേക്ക് ബോൾ വരുമ്പോൾ ഹാലണ്ടിനെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. ശരിക്കും പോക്കറ്റിൽ ഇപ്പൊ 2 ദിവസമൊക്കെ അതാണല്ലോ ട്രോള്. ആഴ്സണലും ചെൽസിയും അവരുടെ പ്ലേയേഴ്സ് ഒക്കെ പോക്കറ്റിൽ ഇട്ടു പറഞ്ഞിട്ടുള്ള ട്രോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്റ്റൽ വില്ലയുടെയും ഒക്കെ നടക്കുന്നത്. അപ്പോ ഇന്ന് പോക്കറ്റിലിട്ട് തന്നെ പറയാം, ഹാലണ്ടിനെ കണ്ടിട്ടേ ഇല്ല. 1-2 ചാൻസ് കിട്ടിയിട്ട് പക്ഷെ ആൾ ആകാശത്തിലേക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്കാണ് വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ തൊണ്ടയ്ക്കും ഇവിടുത്തെ വെയിലുള്ള തണുപ്പ് കാരണം തൊണ്ടയ്ക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.